തിരുവനന്തപുരം കഴക്കൂട്ടത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഒരു യുവതിയടക്കം 2 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട വാഹനം എലിവേറ്റഡ് ഹൈവേയിലെ തൂണിലിടിച്ചാണ് അപകടമുണ്ടായത്. റേസിംഗിനിടെയാണോ ഈ അപകടമുണ്ടായതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഒരു റേസിംഗ് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരാൾക്ക് മരണവും സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഉണ്ടായത്? ജലക്ഷ്മി, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് കഴക്കൂട്ടം ഈ പാലത്തിന് താഴെ, നമുക്ക് ഈ പാലം കാണാൻ കഴിയുന്നുണ്ട്, ആ പാലത്തിന് താഴെയുള്ള തൂണിലിടിച്ച് അപകടമുണ്ടായത്. ആ വാഹനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നത് തന്നെയാണ്. ഇതിൽ ഉണ്ടായിരുന്ന 5 പേരാണ്. അതിൽ ഒരാൾ ആ സമയത്ത് തന്നെ, അപകടമുണ്ടായ ആ സമയത്ത് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന ഒരു യുവതിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. മറ്റുള്ള ആളുകൾക്കും കാര്യമായി തന്നെയുള്ള പരിക്കുകളുണ്ട്. ഈ വാഹനം ഇടിച്ച് കയറി വാഹനത്തിൻ്റെ മുൻഭാഗം ഏകദേശം ഈ ഥാർ വാഹനമാണ്, ഏകദേശം ഇവിടെ വരെയും അതിൻ്റെ ഒരു മുൻഭാഗം വരുന്നതാണ്. അത് അകത്തേക്ക് തള്ളി പോയി, ഈ ഇടിയുടെ ആഘാതത്തിൽ തള്ളി എത്തി ഈ പറയുന്ന ഗ്ലാസിൻ്റെ ആ ഭാഗം വരെ എത്തിയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ചില്ല് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അകത്തുള്ള സ്റ്റിയറിംഗ് അടക്കം ആ സീറ്റിനോട് ചേർന്ന് ഇരിക്കുന്നൊരവസ്ഥയാണ്. വണ്ടിയുടെ ചേസ് അടക്കം പൊളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എഞ്ചിൻ കിറ്റ് അടക്കമുള്ള ഭാഗങ്ങൾക്കൊക്കെ കേടുപാട് വന്നിട്ടുണ്ട്. ടയറൊക്കെ ഇടിച്ച് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വാഹനത്തിനകത്ത് എയർ ബാഗുകളെല്ലാം, ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അതുണ്ടായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സീറ്റുമായി ഉള്ള അകലമെന്ന് പറയുന്നത്, സ്റ്റിയറിങ്ങിൻ്റെ അകലമെന്ന് പറയുന്നത് ഏകദേശം ഒരു കൈയുടെ ഭാഗം മാത്രമാണ്. അത്രയും വാഹനത്തിൻ്റെ മുൻഭാഗം ഇടിച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും, ഇതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയിലാണ്. നമുക്ക് എയർ ബാഗ് ചാടിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിറയെ രക്തക്കറകളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഈ അമിത വേഗമാണ് കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാഹനത്തിനൊപ്പം മറ്റൊരു വാഹനം കൂടി ഉണ്ടായിരുന്നു. ആ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസടക്കം പറയുന്നത്. ഈ ഒപ്പമുള്ള വാഹനത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രാദേശിക ലേഖകൻ സജാദ് ചേരുന്നുണ്ട്. ഈ അപകടം എങ്ങനെയുണ്ടായി എന്നാണ് പോലീസ്? ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അമിത വേഗതയിലെത്തിയ ഈ ജീപ്പ് ഈ മേൽപ്പാലം, എലിവേറ്റഡ് ഹൈവേയുടെ താഴത്തെ പാലത്തിൽ ഇടിച്ച് കയറുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി, നാട്ടുകാരൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർ ഓടിച്ചിരുന്ന ആൾ സ്പോട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു. ബാക്കിയുള്ള യാത്രക്കാർ, 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ മെഡിക്കലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ടെക്നോ പാർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആളിനെ കയറ്റി വന്നതാണോ അത് ടെക്കികളാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഈ കൃത്യമായ വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മരിച്ചവരൊക്കെയും ബാലരാമപുരം അങ്ങോട്ട് ഭാഗത്തുള്ള ആൾക്കാരാണെന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അവരെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആ വാഹനത്തിന്റെ ഫ്രണ്ട് വശം ബമ്പറടക്കം അകത്തേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ വ്യക്തമാകുന്നത് എത്രത്തോളം വലിയ ഇടിയാണ് ഉണ്ടായത് എന്നുള്ളത്. ഇതിൽ ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആശുപത്രിയിലുള്ളവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അമിത വേഗതയിലായിരുന്നു വാഹനം എന്നത് ഉറപ്പാണ്. റേസിംഗ് ആണോ, എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.